ഒറ്റയ്ക്കായി കെ സുധാകരൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് കെ.സി. വേണുഗോപാലിന്റെ സംഘടനാ മികവ്. കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്നും കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കെ സുധാകരന്റെ ലക്ഷ്യം എന്താണെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അല്പസമയം മുമ്പ് ഉണ്ടായ FB പോസ്റ്റിന്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നത്. അതായത് വ്യക്തമായി തന്നെ അതിൽ പറയുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിച്ച് നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവായി കെ.സി. വേണുഗോപാൽ ഉയരട്ടെ, ആ നേതൃകാലത്തിനായി പ്രതീക്ഷയോടെ എന്ന് അവസാനിക്കുന്നതാണ് അദ്ദേഹം അല്പസമയം മുമ്പ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത്. അദ്ദേഹത്തിന് ഈ പോസ്റ്റിന്റെ തുടക്കവും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതായത് ദേശീയ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ കരകൾക്ക് ശക്തി പകർന്നുകൊണ്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന നേതാവാണ് കെ.സി. വേണുഗോപാൽ. പക്ഷേ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലുള്ള പങ്ക് എന്താണെന്ന് വ്യക്തമായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൂടെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. കാരണം ഓരോ ജനങ്ങളെയും അതുപോലെ പ്രവർത്തകരെയും ഉണർത്തുന്നതിലും ഓരോ നേതാക്കൾക്കും പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾക്ക് ഒരു ദിശാബോധം പകർന്നുകൊണ്ട് അവരെ പ്രചോദിപ്പിച്ചത് കെ.സി. വേണുഗോപാലാണ്. അങ്ങനെ ഒരു നേതാവിന് കേരള രാഷ്ട്രീയത്തിന് ആവശ്യമാണ്, അദ്ദേഹത്തിന്റെ നേതൃബോധം കേരളത്തിന് ആവശ്യമാണ് എന്ന് പറയുന്നതാണ് കെ സുധാകരന്റെ പോസ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ അതായത് AK ആന്റണിക്ക് ശേഷം ഉമ്മൻചാണ്ടി, വയലാർ രവി, ഇവർക്ക് ശേഷം ഒരു ജനകീയ ദിശാബോധമുള്ള ഒരു നേതാവായി കെ.സി. വേണുഗോപാൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നേതാവിനെയാണ് കേരളത്തിന് ഇപ്പോൾ ആവശ്യമെന്നാണ് കെ സുധാകരൻ ഈ FB പോസ്റ്റിലൂടെ പറയുന്നത്. അതായത് നേരത്തെ അമൽ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയ സമയത്താണ് കെ സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തോട് ഒരു പിണക്കം ഉണ്ടായത്. അത് ആ സമയത്താണ്. കാരണം അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ കണ്ണൂരിൽ നിന്ന് കെ സുധാകരന്റെ പേര് വെട്ടിയത് അത് VD സതീശനും സണ്ണി ജോസഫുമാണെന്നൊക്കെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ആ സമയത്ത് മുതലുള്ള പ്രതികരണങ്ങൾ നൽകിയത്. പക്ഷേ കെ.സി. വേണുഗോപാൽ തനിക്കൊപ്പമായിരുന്നു എന്നാണ് കെ സുധാകരന്റെ വിശ്വാസം. അത് അദ്ദേഹം പലതവണ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതിനുശേഷമാണ് കെ.സി. വേണുഗോപാലിന് പരസ്യ പിന്തുണയുമായി പലതവണയൊക്കെ കെ സുധാകരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അദ്ദേഹം കെ.സി. വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് സംസ്ഥാനത്ത് UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആരാകും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ചർച്ച ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. പല നേതാക്കളും അത് പരസ്യമായും അതുപോലെ ഈ FB പോസ്റ്റ് വഴി പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരൻ അദ്ദേഹം മുഖ്യമന്ത്രിയായി കെ.സി. വേണുഗോപാൽ തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ FB യിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്.